ഇന്ന് മൊത്തം പശു പട്ടിണിയാ. അതിനെന്തേലും കൊണ്ടു കൊട്. അതും ഒരു ജന്തുവല്ലേ. നിങ്ങൾ തമ്മിൽ എന്നാ വ്യത്യാസം? അതാ ഞാനും ഓർക്കുന്നത്. പശുവിന് കുറച്ച് പുല്ല് എവിടെ നാടാ കിട്ടുക? നമ്മുടെ കുഞ്ചുകുറുപ്പിന്റെ കപ്പയ്ക്കിടയില് ഒത്തിരി പുല്ല് നിപ്പുണ്ട്. അയാളാണെങ്കിൽ ഇന്ന് അവിടെ ഇല്ല. നിങ്ങളും കൂടി ഒന്ന് വാ. പാല് കുടിക്കുമ്പോ ഞങ്ങളെ കൂടെ ഓർത്തേക്കണം. ഇത് കണ്ടമാനം പുല്ലുണ്ടല്ലോടാ. ഞാൻ കിളച്ചു മറിക്കാം. നിങ്ങളെ കുടഞ്ഞു എടുത്തോണം. സൂക്ഷിച്ച് കിളക്കടേ ചേട്ടാ, പഴയ പറമ്പാ. തൂമ്പ എന്തിലോ ചെന്ന് മുട്ടിയില്ലോ. ഞാൻ പറഞ്ഞില്ലേ, പഴയ പറമ്പാ, എന്തെങ്കിലുമൊക്കെ കാണും. ഒന്ന് മാന്തി നോക്കിക്കളയാം. എന്താ ചേട്ടാ അത്? ഇതൊരു ചെപ്പാണല്ലോ. നല്ല ഭാരവും ഉണ്ട്. ലോഹം കൊണ്ടുള്ളതാ. എടാ, ഇത് അത് തന്നെ. ഏത് തന്നെ? എടാ, ഇത് നിധിയാടാ, നിധി. എടീ, നമ്മള് രക്ഷപ്പെട്ടടി. ഇത് നോക്ക്, നിധിയാടി, നിധി. നിറയെ സ്വർണവാ. ഉയ്യോ, നിധിയോ? കർത്താവേ, നിങ്ങൾ പതുക്കെ പറ. അയൽക്കാര് മുഴുവൻ അസൂയക്കാരാ. ഇനി കുറച്ച് മാലയും വളയൊക്കെ പണിയിക്കണം. ബോബാ, പൊന്നു മോനെ, നീ ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ. നിനക്കേ ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചു തരുന്നുണ്ട്. മോളിയെ, നീ ആകെ അങ്ങ് വേർത്ത് പോയല്ലോ മോളെ. കുടിക്കാൻ എന്തേലും എടുക്കട്ടെ? കടിക്കാനും കൂടെ എന്തെങ്കിലും എടുത്തോ ചേട്ടത്തെ? എടിയേ, നീ അറിഞ്ഞില്ലേ മറിയുടെ മാപ്പിളയ്ക്ക് നിധി കിട്ടിയെന്ന്? 50 കിലോ സ്വർണ്ണമെങ്കിലും കാണൂന്നാ പറയുന്നേ. കൊറേ രത്നവും ഉണ്ട്. നീ ഇതാരോടും പറയരുത് കേട്ടോ. അതിനി നാട്ടിലറിയാൻ ആരാ ബാക്കിയുള്ളേ? ആ സാറാടെ കെട്ടിയോ നിധി കിട്ടാനായി പറമ്പും വീടും മൊത്തം കുത്തി ഇളക്കി കിളയ്ക്കുക. എടി, നീ ആ 4 ചുറ്റിലുമുള്ള വാതിലും ജനലും ഒക്കെ അടച്ചേക്ക്. ആരും കാണണ്ട. അതൊക്കെ ഞാൻ എപ്പോഴേ അടച്ചു കഴിഞ്ഞു. പതുക്കെ വേണം തുറക്കാൻ. ചിലപ്പോ രക്തമൊക്കെ ഉണ്ടേലേ പൊട്ടിപ്പോവും. കുറുപ്പാശാന്റെ പുരയിടത്തിൽ പന്നി കയറാതിരിക്കാൻ ഡൈനാമിറ്റ് വെച്ചിരുന്നതാ നിധിയെന്ന് കരുതി ചേട്ടൻ എടുത്തോണ്ട് വന്നത്.